മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വലിച്ചു കീറി. ഇടയിൽ തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ചുകൊണ്ട് പിണറായി വിജയന് പിണറായി വിജയന് വേണ്ടി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയ കെ ബാലഗോപാലിനെയും വെട്ടിനിരത്തി. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ ക്ലാരിറ്റിയാണ്, സംസാരിക്കുന്നതിനുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ. എനിക്ക് തോന്നുന്നു കേരള നിയമസഭയിൽ ഇതുപോലെ മറ്റൊരാളില്ല. തൻ്റെ നിലപാടുകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയും സ്റ്റഡി ചെയ്തുകൊണ്ട്, ഓരോന്നും സ്റ്റഡി ചെയ്തുകൊണ്ട്, പിന്നെ പ്രതിപക്ഷത്തിനൊന്നും പറയാൻ ഉണ്ടാവില്ല. അതാണ് ഇന്ന് നിയമസഭയിൽ സംഭവിച്ചത്. അതിദയനീയമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരവസ്ഥ ഇന്ന് കേട്ടോ. അതിൻ്റെ അടുത്ത് പിണറായി വിജയൻ പ്രകോപിതനായി. അതായത് ഇതിൻ്റെ ഇടയിൽ വി ഡി സതീശൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിൽ ഭയങ്കര കലാപം എന്നൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി, ഞങ്ങളുടേത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. എന്നെക്കാൾ കഴിവുള്ള ആൾക്കാർക്ക് ഇതിൽ ഉണ്ടാവാം. പക്ഷേ എനിക്കാണ് ഈ നിയോഗം കിട്ടിയത്, ഞാൻ മുഖ്യമന്ത്രിയായി. പക്ഷെ നിങ്ങളുടെ കാര്യമോ? പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിങ്ങളുടെ കാര്യമോ? നിങ്ങളിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലൂസിൽ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടിയിൽ എന്താ നിലപാട്? നമുക്കറിയാലോ, ഈ തെറ്റുതിരുത്തൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ബ്രാഞ്ച് തലം മുതൽ പിണറായി വിജയൻ മാറണം, ഗോവിന്ദൻ മാറണം, വളരെ വളരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു പിണറായി വിജയനെതിരെ ഉയർന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് ആക്കരുത് എന്ന് PBയിലെ 7 അംഗങ്ങൾ, ഒരംഗം വന്നില്ല, PBയിലെ 7 അംഗങ്ങൾ പിണറായിക്കെതിരെ. ഇത് ആദ്യമാണ് CPM-ൽ. എന്നിട്ട് പോലും, അതായത് 7 പേർ എതിർത്തു, 10 പേർ അനുകൂലമായി. 10 പേർ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഈ അപ്പം ഗോവിന്ദനും. അപ്പോൾ ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ശിങ്കിടികളുടെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവായി മാറിയ പിണറായി വിജയൻ അപഹാസ്യനായി. അതായത് ഉടുമുണ്ടഴിക്കാന്ന് കേട്ടില്ലേ? ശരിക്ക് ഇന്ന് വി ഡി സതീശൻ ചെയ്തത് നിയമസഭയിൽ പിണറായി വിജയന്റെ മുണ്ടഴിച്ച് അല്ലേ, നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് അപഹാസ്യനായ പിണറായി വിജയൻ. എന്തു പറയാനാണ്? ഇയാൾക്കൊന്നും പറയാനില്ല വി ഡി സതീശന്റെ ക്ലാരിറ്റിക്ക് മുമ്പിൽ. ഇന്ന് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി UDF-നെതിരെ ഉയർത്തിയിരുന്ന ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം മദ്യ അഴിമതി എന്നൊക്കെയായിരുന്നു പറയുന്നത്. എത്ര കിട്ടി എന്നായിരുന്നല്ലോ രായപ്പൻ ചോദിച്ചത്. വളരെ കൃത്യമായി വി ഡി സതീശൻ പറഞ്ഞു. ബക്കാർഡി അല്ലേ, ബക്കാർഡിയിൽ നിന്ന് എത്ര കിട്ടി എന്നൊക്കെയാണ് രായപ്പൻ ഉൾപ്പെടെയുള്ള ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കെ ബാലഗോപാലാവട്ടെ പിണറായി വിജയൻ ആവട്ടെ ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. എത്ര കിട്ടി? ഇവരുടെ അണ്ണാക്കിലേക്ക് വെട്ടിപ്പൊട്ടിക്കായിരുന്നു സതീശൻ കേട്ടോ. സതീശൻ പറഞ്ഞു, 2ാം പിണറായി മന്ത്രിസഭയിലെ യഥാർത്ഥത്തിൽ ആദ്യമായി ബക്കാർഡി, അവർക്ക് വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽപ്പന നടത്തണമെന്ന് പറയുന്ന അവരുടെ ഒരു പ്രപ്പോസൽ ആദ്യമായി പരിഗണിച്ചത് ആരായിരുന്നു? കൃത്യമായി സതീശൻ പറഞ്ഞു, എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്ത്, പിണറായി മന്ത്രിസഭയിൽ എം.വി. ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന കാലത്താണ് ബക്കാർഡിയിൽ നിന്ന് ആദ്യത്തെ കത്ത് കിട്ടുന്നത്. ബക്കാർഡിക്ക് വേണ്ടിയിട്ട് ആദ്യമായി ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുന്നത് എം.വി. ഗോവിന്ദനായിരുന്നു. ഇതുവരെ പുറത്തു വരാത്ത കാര്യമാണ് കേട്ടോ വി ഡി സതീശൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കിട്ടിയപ്പോൾ ഇത് സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ ഈ വീര്യം കുറഞ്ഞ മദ്യം, അതിനൊരു നിർവചനം ഉണ്ടാക്കാൻ, അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിച്ച ആളുടെ പേര് അപ്പം ഗോവിന്ദൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് LDF സർക്കാരാണ് 22-23 വർഷത്തിൽ അവരുടെ ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യം ഇവിടെ വിൽക്കാം എന്ന് പറയുന്ന ഒരു ഭേദഗതി. സതീശൻ ചോദിക്കുകയാണ്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഞാനൊരു നികുതി നിശ്ചയിച്ചു അല്ലെ, ഞാനാകെ ചെയ്തതിനൊരു നികുതി നിശ്ചയിച്ചു. ശരി, ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വേണമെന്ന് പറഞ്ഞത് ആര്? വി ഡി സതീശനാണോ പറഞ്ഞത്? UDF ആണോ പറഞ്ഞത്? വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കാം എന്ന് തീരുമാനിച്ചത് ആരാണ്? LDF-കാരാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചട്ടങ്ങളിൽ വരെ ഭേദഗതി വരുത്തി. അപ്പോൾ എത്ര കിട്ടി? ബക്കാർഡിയിൽ നിന്ന് എത്ര കിട്ടി എന്ന് മറുപടി പറയേണ്ടത് LDF-കാരല്ലേ? സതീശനാണോ? സതീശനാകെ ചെയ്തത് ഇതിന് നികുതി നിശ്ചയിച്ചു എന്നുള്ളതാണ്. ആ നികുതി പോലും LDF-കാർക്ക് നിശ്ചയിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ഇലക്ഷൻ വന്നു, അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചിരുന്നു. അവർ നിശ്ചയിക്കാൻ അവർക്ക് പറ്റിയില്ല. അപ്പൊ ഇത് സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ
അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് ശരവേഗത്തിൽ തീരുമാനമെടുത്തു. ഒറ്റ രാത്രി കൊണ്ട് 8 or 9 സെക്രട്ടറിമാരുടെ ഇടയിൽ പോയി കണ്ടാണ് ഇത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഈ നികുതി പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഫയലുകൾ നീക്കിയത് അതിവേഗത്തിലായിരുന്നു, രത്തൻ കേൾക്കറാണ് കളിച്ചത് എന്നൊക്കെ സതീശൻ പറഞ്ഞ അങ്ങനെയാണ്. നിങ്ങൾ എന്തിന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ തലേ ദിവസം രാത്രിയാണ് ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും എന്താ പറയാ ഫയലുകൾ ഏകീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കുന്ന, അല്ലാതെ 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് ഇത് സംബന്ധിച്ച കൂടിയാലോചനയല്ല. നികുതി നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ലീക്കാവാൻ പാടില്ല. ഇത് മുഖ്യമന്ത്രി മാത്രം അറിയേണ്ടതാണ്, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി അറിയേണ്ടതാണ്. രണ്ടുപേരും ഒരാളാണ്, സതീശനാണ്. ലിജുമായി തനിക്ക് ഒരു തർക്കങ്ങളുമില്ല. ലിജു പറഞ്ഞത്രേ, എനിക്ക് മുഖ്യമന്ത്രിയോട് മറ്റു ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, പക്ഷേ മുഖ്യമന്ത്രിയുടെ ക്യാബിനിലേക്ക് എനിക്ക് പോകാൻ വയ്യ, പോയി കഴിഞ്ഞാൽ ഞാൻ ഈ നയത്തിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ചെന്നതാണ് എന്നായിരിക്കും മാധ്യമങ്ങൾ പറയുക. ആ രീതിയിലായിരുന്നു മാധ്യമങ്ങളുടെ വിമർശനം. വായടക്കുകയായിരുന്നു വി ഡി സതീശൻ കൃത്യമായി. എന്നിട്ട് പറയാണ്, നിങ്ങൾ പറയുന്നത് എന്താ അവിടെ മദ്യം ഇങ്ങനെ ഒഴുക്കുകയാണെന്നല്ലേ? ആരാ മദ്യം ഒഴുക്കിയത് കേരളത്തിൽ ആരാ മദ്യം ഒഴുക്കിയത്? വി ഡി സതീശൻ ചോദിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എത്ര ബാർ ഉണ്ടായിരുന്നു ഇവിടെ? 28 ബാർ അല്ലേ? സതീശൻ പറഞ്ഞത് 28 എന്നാണ്, 29 എന്നാണ് നേരത്തെ കണക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി. പോട്ടെ, 28, 29 ആട്ടെ, 28, 29 ബാറുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ അത് എത്രയാക്കി കൂട്ടി? നിങ്ങൾ 900+ ആക്കി, 905 ആക്കി അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ മറ്റേ ശീതളപാനീയം, അതാണ് സതീശൻ ചോദിച്ചതാണ്. ഇവിടെ ഈ ബാറുകളിൽ ശീതളപാനീയങ്ങളാണോ വിതരണം ചെയ്തതെന്ന് ചോദിച്ചത്. ശീതളപാനീയങ്ങളാണോ വിതരണം ചെയ്തത്? നിങ്ങളല്ലേ ഇവിടെ 905 ബാറുകൾ തുറന്നത്? എന്നിട്ട് നിങ്ങളിപ്പം പറയാണോ ഈ മദ്യം ഒഴുക്കുകയാണെന്ന്? ബക്കാടി കമ്പനിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത് വി ഡി സതീശനാണോ? ക്ഷണിച്ചത് എം വി ഗോവിന്ദനല്ലേ? അത് കഴിഞ്ഞിട്ട് രാജീവ് അല്ലേ ഇതിനു വേണ്ടിയിട്ട് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തത്? നിങ്ങളാകെ എന്താ പറയാ ഇതിന്റെ നികുതി നിശ്ചയിച്ചില്ല. ശരി, ഈ ഒരു സർക്കാരിന്റെ തുടർച്ചയല്ലേ ഞങ്ങളുടെ സർക്കാർ? നിങ്ങൾ അത്തരം തീരുമാനങ്ങളൊക്കെ എടുത്തു, ഞങ്ങളത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന് നികുതി നിശ്ചയിച്ചിട്ടില്ല. ശരി, നികുതി നിശ്ചയിച്ചു. ഇനി മറ്റൊന്ന്, ഇപ്പം യു ഡി എഫിന്റെ അംഗീകൃത ആ സമിതികളൊക്കെ ചേരണം, മദ്യനയം രൂപീകരിക്കണം. ഈ യു ഡി എഫ് രാഷ്ട്രീയപരമായ തീരുമാനമാണ് ഇനി എടുക്കേണ്ടത്. യു ഡി എഫ് രാഷ്ട്രീയപരമായ തീരുമാനം എടുക്കണം. ശരി, മദ്യനയം ഉണ്ടാക്കിയിട്ടില്ല. മദ്യനയം ഉണ്ടാകുമ്പോൾ യു ഡി എഫ് രാഷ്ട്രീയമായ തീരുമാനം എടുക്കുമ്പോൾ, കൂടിയാലോചന നടത്തുമ്പോൾ ഇനി യു ഡി എഫ് തീരുമാനിക്കുകയാണ് വില കുറഞ്ഞ അല്ലെങ്കിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽപ്പന നടത്തേണ്ടെന്ന് തീരുമാനിച്ചാൽ നടത്തണ്ട. വെരി സിമ്പിൾ. പിന്നെ എൽ ഡി എഫ് ഇത് പറയാനുണ്ട്. അപ്പം ഗോവിന്ദൻ എന്ത് പറയാ? അപ്പം ഗോവിന്ദൻ നിയമസഭയില്ലേ? ശരി, ഇവിടെ കെ എൻ ബാലഗോപാലിന് മറുപടിയില്ല. ഈ പറയുന്ന പറയുന്ന കാരണബോധത്തിന് മറുപടിയില്ല. ഞങ്ങൾ നികുതി നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ട് ബക്കാർഡിക്ക് ഇവിടെ ഒന്ന് വിൽപ്പന നടത്താൻ പറ്റുമോ? ഇതിന് രാഷ്ട്രീയപരമായ തീരുമാനം എടുക്കണ്ടേ? രാഷ്ട്രീയപരമായ തീരുമാനം എടുക്കേണ്ടതാണ് യു ഡി എഫ് ആണ്. യു ഡി എഫ് തീരുമാനിക്കുകയാണ്, വേണ്ട ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണ്ട. ശരി, വിൽക്കുന്നില്ല. ഇനി തീരുമാനിക്കുകയാണ്, വിൽക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതാ അതിനു വേണ്ടിയിട്ടാണ് നികുതി നിശ്ചയിച്ചത്. 120% വരെ, ഈ 10% വരെ വീര്യമുള്ളതിന് 120%, 20% വരെ വീര്യമുള്ളതിന് 175%. ഈ നികുതി ഇത് കേരളത്തിൽ ആദ്യമായിട്ടല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഈ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. അവിടെയൊക്കെയുള്ള നികുതി നിരക്കിനേക്കാൾ കൂടിയ നിരക്കാണിത്. ഇവർക്ക് എന്ത് പറയാനുണ്ട്? എൽ ഡി എഫിന് എന്ത് പറയാനുണ്ട്? സതീശൻ വളരെ ക്ലിയറായി പറയാണ്, ഈ 120%, 175% എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടത്തെ നികുതിയേക്കാൾ കൂടുതലാണ്. ഞങ്ങൾ ഇത് അന്വേഷിച്ചു, ഞങ്ങൾ പഠിച്ചു. അവിടത്തേക്കാൾ കൂടിയ നികുതി തന്നെയാണ്. എന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞു നികുതി കുറച്ച് എവിടെ കുറയ്ക്കാൻ, ആര് കുറയ്ക്കാൻ? നിങ്ങൾ എന്തെങ്കിലും നിശ്ചയിക്കണ്ടേ? നികുതി ഞാൻ കുറച്ചു എങ്കിൽ നിങ്ങൾ നികുതി നിശ്ചയിക്കണ്ടേ? നിങ്ങൾ നികുതി നിശ്ചയിച്ചിട്ടില്ല. ഇനി മറ്റൊന്ന്, ഈ വിദേശ മദ്യം ഉണ്ടല്ലോ, ഈ ശിവാശ്രീകൾ പോലുള്ള വിദേശ മദ്യം, ഈ വിദേശ മദ്യം ഇവിടെ വിൽപ്പന നടത്താൻ അനുമതി നൽകിയതാരാ? ഐസക് അല്ലേ? ഐസക് ധനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അന്ന് അതിന് നിങ്ങൾ ഏർപ്പെടുത്തിയ നികുതി എന്ന് പറഞ്ഞാൽ 70 ഞാൻ പറഞ്ഞുതരാം. അതിന് ഏർപ്പെടുത്തിയ നികുതി എന്ന് പറയുന്നത് 78% അല്ലെ? 78% നികുതിയാണ്. ആലോചിക്കണം, 210% നികുതിയായിരുന്നു അന്നത്തെ കാലത്ത് വിദേശ മദ്യങ്ങൾക്കുള്ളത്. ഇപ്പൊ അത് 251 ശ്രദ്ധിക്കണം. ഇപ്പൊ 251%, അതായത് 40% വരെ ആൽക്കഹോൾ ഉള്ള നമ്മുടെ ബീവറേജസിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള വിദേശ മദ്യങ്ങളുടെ ഇപ്പോഴത്തെ നികുതി 251%. അന്ന്, അതായത് ഐസക് ധനമന്ത്രിയായിരിക്കുന്ന കാലത്ത് 210% ആയിരുന്നേ. ആ 210% ആയിരുന്ന കാലത്താണ് വിദേശ മദ്യത്തിന് കേവലം 78% മാത്രമേ ഉള്ളൂ നികുതി. അപ്പൊ ചോദിക്കണം, നിങ്ങൾ ശിവാശ്രീകളിൽ നിന്ന് നിങ്ങൾ എത്ര കൈക്കൂലി വാങ്ങി? എത്ര വാങ്ങി? ന്യായമല്ലേ സതീശന്റെ ചോദ്യം? എന്തെങ്കിലും മറുപടി ഉണ്ടോ?
അത് കഴിഞ്ഞിട്ട് നിങ്ങളത് പിന്നീട് അത് നിങ്ങൾ 115%, എപ്പോഴാണ് 251% ഇന്ത്യൻ നിർമ്മിത വിദേശ പദ്ധതികൾക്ക് നികുതി വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങളത് 115 ഇതിന്റെ പകുതി പോലും ഇല്ല. അപ്പൊ നിങ്ങൾ ഈ ശിവാശ്രീകൾ പോലുള്ള വിദേശ വിദേശ മദ്യ കമ്പനികൾക്ക് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ നികുതി ഏർപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോ ഈ 120-175% എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ നികുതി നിരക്കിനേക്കാൾ കൂടുതലാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ മാതിരി കാര്യങ്ങൾ പറയുന്നത്. പിന്നെയാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ മദ്യം ഒഴുക്കാനുള്ള ശ്രമം. ഈ മദ്യം ഒഴുക്കാനുള്ള ശ്രമം തുടങ്ങിയത് നിങ്ങളല്ലേ ഇതിന് അനുവാദം കൊടുത്തത്, നിങ്ങളല്ലേ ഇതിനുള്ള ചട്ടങ്ങൾ ഭേദഗതി ചെയ്തത്. എന്തെങ്കിലും പറയാനുണ്ടോ? ആകെ എന്താ പറയാ, നാറി മെഴുകി കിടക്കുന്നൊരു അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നത്. പിണറായി വിജയന്റെ മുഖമൊന്നും കണ്ടുകൂടായിരുന്നു. കെൻ ബാലഗോപാൽ ആകെ ഇങ്ങനെ വെകിളി പിടിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതാ പറഞ്ഞത് സതീശൻ വളരെ കൃത്യമായി. സതീശൻ എന്നിട്ട് കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളോടും പറഞ്ഞു. അതായത് നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയമെന്നാണ് സതീശൻ പറഞ്ഞത്. ശരിയല്ലേ? നിങ്ങളുടെ നയമല്ല, നിങ്ങളുടെ ഈ അഴുകുഴമ്പൻ നയമല്ല, ഞങ്ങളുടേത് വളരെ കൃത്യമായ ഞങ്ങളുടെ നയമാണ്. ഈ PMCയെ കുറിച്ചും പറഞ്ഞു. PMCക്ക് ഒപ്പിട്ടതാര്? നിങ്ങളല്ലേ ഒപ്പിട്ടത്. അപ്പോഴാണ് പിണറായി വിജയൻ എഴുന്നേറ്റ് പറഞ്ഞത് ഞങ്ങൾ ഒപ്പിട്ടെങ്കിലും ഞങ്ങളത് മരവിപ്പിച്ചു. അപ്പൊ സതീശൻ ചോദിക്കുകയാണ്, ഈ മരവിപ്പിക്കുന്നതിന് പകരം നിങ്ങളത് നിർത്തി എന്നൊരു കത്തയച്ചു. നിങ്ങളാകെ ചെയ്തത് ഞങ്ങളൊരു ഉപസമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഉപസമിതി? നിർത്താനല്ല, അതാ നോക്കണം. ആ കത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളൊരു ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ഉപസമിതിയെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് വരട്ടെ, ആ ഉപസമിതി എന്തെങ്കിലും ചേർന്നു. നിങ്ങൾക്ക് ഇതിനോട് അത്ര എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഉപസമിതി എത്രയും പെട്ടെന്ന് യോഗം ചേർന്ന് ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചു, ഞങ്ങൾ നിർത്തലാക്കി എന്ന് പറയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലേ? എന്ത് പറയാനുണ്ട് പിണറായി വിജയന്? 2 ചോദ്യങ്ങളാണ് സതീശൻ ചോദിച്ചത്. ഒന്ന്, ഈ നിങ്ങൾ എന്തിനു ഒപ്പിട്ടു അല്ലേ? നിങ്ങൾ എന്തിനതിനെ ഒപ്പിട്ടത്? നിങ്ങളത്ര ഈ മറ്റേ NEP-ക്കെതിരെ, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരെ, PMCക്കെതിരെ എതിർപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തിനു പോയി ഒപ്പിട്ടു? ഇവര് പറയുന്നത് ഈ ഒപ്പിട്ടത് കൊണ്ട് ഞങ്ങൾക്ക് ഈ PMCയുടെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല പറഞ്ഞു. PMCയുടെ പൈസ നിങ്ങൾക്ക് കിട്ടിയില്ല, പിന്നെ എന്തിനു പോയി ഒപ്പിട്ടു? ശരി, ഒപ്പിട്ടു, എന്നാ പിന്നെ നിർത്തലാക്കി എന്നൊരു കത്തയക്കട്ടെ. അതിന് പോലും ധൈര്യമില്ല. അതിന് പകരം ഒന്ന് പെൻഡിങ്ങിൽ വെക്കണം കേട്ടോ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് മാത്രമേ പിൻവാങ്ങാൻ പറ്റുള്ളൂ, സംസ്ഥാനത്തിന് പിൻവാങ്ങാൻ പറ്റില്ലെന്നേ. അപ്പൊ അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചിടത്തോളം UDF അല്ല PMC പദ്ധതിയിൽ ഒപ്പിട്ടതും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനും. വല്ലതും പറയാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ മാത്രമല്ല, സതീശൻ പറഞ്ഞു നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയം. ഒരു പൈസ പോലും ജനങ്ങൾക്ക് നികുതി ഭാരം വർദ്ധിപ്പിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങൾക്ക് ഈ നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ ഞങ്ങൾ വെക്കില്ല. അതിന് പകരം ക്രിയാത്മകമായ പദ്ധതികൾ ഞങ്ങൾ നടപ്പാക്കും. ഈ പദ്ധതികളൊക്കെ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ സതീശൻ പറഞ്ഞു. ഒരു 30 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, അതൊരു 2 വർഷം കൊണ്ട് പൂർത്തിയാക്കണം പറയാം. ഈ 2 വർഷത്തിനകം പൂർത്തിയാക്കേണ്ട പദ്ധതി ഒരു 12-15 വർഷത്തേക്കാണ് നീട്ടുക. എന്നിട്ട് ഈ 30 കോടി എന്നുള്ളത് 150 കോടി ആക്കുക. ആരുടെ പൈസ പോകുന്നത്? ഇവിടുത്തെ ജനങ്ങളുടെ പൈസയിലാണ് പോകുന്നത്. അപ്പൊ ഇനി മുതൽ UDF സർക്കാർ വളരെ കൃത്യമായ പദ്ധതികളാണ്. ഇതൊരു സ്വകാര്യ മേഖലയാണെങ്കിൽ എന്താ ചെയ്യുക? അവർ കൃത്യമായി 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി അവർ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കണം. അതല്ലെങ്കിൽ ഇതിന്റെ CEO-യെ പിടിച്ചു മാറ്റും, ഇതിന്റെ ഉദ്യോഗസ്ഥരെ പിടിച്ചു മാറ്റും, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും. ഇവിടെ എന്താണ്? കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ പോലെ ഒരു വർഷത്തിനകം ഒരു പദ്ധതി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ അതൊരു 10 വർഷം നീട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ഒരു 10 കോടി എന്നുള്ളത് 100 കോടിയാക്കും. ഇതൊക്കെ നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ പൈസയല്ലേ? അത്തരത്തിൽപ്പെട്ട ഈ പറഞ്ഞ ഇഴഞ്ഞു നീങ്ങുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല. മറ്റൊന്ന് സ്വകാര്യ പങ്കാളിത്തം. ഇവിടെ എല്ലാ മേഖലയെയും എന്താ പറയാ, സ്വകാര്യ മേഖലക്ക് തീരെഴുതി കൊടുക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു. ആര് പറഞ്ഞു? ബഡ്ജറ്റ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു. ഇതിൽ പറഞ്ഞോ കരിമണൽ നമ്മുടെ സ്വകാര്യ മേഖലക്കാട് തീരെഴുതി കൊടുത്തെന്ന് പറഞ്ഞു. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സ്വകാര്യ പങ്കാളിത്തമാണ്. എല്ലാ മേഖലകളിലും സ്വകാര്യ പങ്കാളിത്തം വരും. നിങ്ങൾ ഈ സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര സമ്മിറ്റുകൾ നടത്തി, നിങ്ങൾ എത്ര ശ്രമങ്ങൾ നടത്തി? നിങ്ങളുടെ കാലത്താലും വരില്ല. കാരണം നിങ്ങൾ കമ്പനി പൂട്ടിക്കാൻ നടക്കുന്നവരാണ്, നിങ്ങൾ വ്യവസായശാലകൾ അടപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. നിങ്ങളെ പേടിയാണ്, ആരും വരില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ നടത്താൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ, സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ, അവരുടെ പങ്കാളിത്തത്തോടെ, അതേപോലെ തന്നെ എന്താ പറയാ, ഈ സ്വകാര്യ നിക്ഷേപകരുടെ പങ്കാളിത്തം, പ്രത്യേകിച്ചും ഈ പ്രവാസികളുടെ ഒരു 1000 രൂപ മുതലുള്ള നിക്ഷേപങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും.
അതിൽ നിന്നുള്ള ലാഭം അവർക്ക് കിട്ടും. ഈ രീതിയിൽ വളരെ ഒരു നിയോ എന്താ പറയാ ലിബറലിസം എന്നുള്ള രീതിയിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ എന്താ പറയാ സാമ്പത്തികമായ അവസ്ഥയിലേക്ക്, സാമ്പത്തികമായ നടപടിക്രമങ്ങളിലേക്കാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിണറായി വിജയൻ ആകെ ഫ്ലാറ്റായി. KN ബാലഗോപാൽ പിന്നെ മിണ്ടാട്ടില്ല. പിന്നിലുണ്ട് മരുമോൻ ഇരിക്കുന്നത്. മരുമോൻ ആകെ എങ്ങനെ വണ്ടറടിച്ച് കണ്ട് മരുവനൊന്നും മനസ്സിലായിട്ടില്ല. മരുവന് സതീശൻ പറഞ്ഞതിന്റെ ഒരു വാക്ക് പോലും മനസ്സിലായിട്ടില്ല. അത്രയേ ഉള്ളൂ. അത്രയും ബോധം വിവരമുള്ളതുകൊണ്ട് ഇയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. പിണറായി വിജയൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. KN ബാലഗോപാൽ ഒക്കെ. അപ്പൊ ഈ മന്ദബുദ്ധികൾ മുഴുവനും ഇടയ്ക്കിടയ്ക്ക് ഒച്ചപ്പാടും ബഹളക്കിടയ്ക്കും സതീശൻ പറഞ്ഞ വളരെ കൃത്യമായി ഞാൻ നിങ്ങൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ നിലപാട് പറയും. ഇതോടുകൂടി കഴിഞ്ഞ ഈ 1-2 ആഴ്ചകളായി ഇവിടെ നിൽക്കുന്ന എന്താണ് സതീശൻ എത്ര കോടി സതീശന് കിട്ടി, സതീശൻ ഇവിടെ മദ്യം ഒഴുക്കാൻ വേണ്ടി പോവുകയാണ്, ബെക്കാർഡിയുമായിട്ടുള്ള ഇടപാട്, PM ശ്രീ പദ്ധതിയിൽ മറ്റേ BJP സർക്കാരുമായിട്ടുള്ള അവിഹിത ബന്ധം എല്ലാം എന്താ പറയാ ശരിക്കും നിരപ്പാക്കി കളഞ്ഞു. ഇതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.